വീട്ടിൽ പണി അടുക്കള പണി ചെയ്തിട്ട് മൂപ്പര് കല്ലേറ്റ് കൊണ്ടുവന്ന പൈസ കൊണ്ട് എന്റെ മോനെ പഠിപ്പിച്ച് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എന്താ ഈ മുറ്റം കിടക്കുന്ന ഒരു കോലമാണിത്? കുറച്ചൊക്കെ എളുപ്പം കൊടുത്തിട്ടുണ്ടെങ്കിലേ അങ്ങോട്ട് തലയിൽ കയറി അങ്ങോട്ട് നിരങ്ങും. ഇതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഈ മരത്തിലെ ഇലകൾ മുഴുവൻ ഇവിടെ വീണിട്ടുണ്ട്. ഞാൻ വൈകിയില്ലേ? ഇല്ല, നിങ്ങൾ ഒരുപാട് നേരത്തെയാണ്. ഞാൻ നേരത്തെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് മോന്റെ ഫോൺ വന്നത്. അവന്റെ കോച്ചിങ് സെന്ററിൽ ഫീസ് അടയ്ക്കേണ്ട സമയം. അത് വൈകി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞതാ. നിങ്ങൾക്ക് ആകുന്ന പണിക്ക് നിന്നാ പോരായിരുന്നോ ശാന്തേച്ചി? മോൻ ഇത്രയും വലിയ കോച്ചിങ് സെന്ററിലൊക്കെ വിട്ട് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ആകെ ഈ വീട്ടുപണിക്ക് വന്നിട്ടല്ലേ കുടുംബം കഴിഞ്ഞു പോകുന്നത്? അതിന്റെ ഇടയ്ക്ക് മാസം മാസം അവന് ഫീസും അയച്ചു കൊടുക്കാൻ പറ്റും? നല്ല പഠിക്കുന്ന മോനാ. ഞങ്ങളെ പോലെ തന്നെ അവനും ആകണ്ടാലോ. ഈ കഷ്ടപ്പാട് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അവൻ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായില്ല. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നല്ലൊരു ജോലി. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പൈസ കയ്യിലുള്ള ആൾക്കാർക്കുള്ളതാ. നിങ്ങൾ സാധാരണ വീട്ടുപണി എടുത്ത് മൂപ്പര് കല്ലുപണിക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവസാനം പെരുവഴിയിലാകരുത്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യാനല്ലേ? കോച്ചിങ്ങിന് വിട്ടുപോയില്ലേ? പറ്റുന്നിടത്തോളം പോട്ടെ അല്ലേ? പിന്നെ വേണ്ടാന്ന് തോന്നുമ്പോ തിരിച്ചു വരട്ടെ. ഇവിടെ വല്ല വയറിങ്ങിനും പെയിന്റിങ്ങിനും ഒക്കെ പോയാൽ നല്ല പൈസ കിട്ടും. അത് മതി അവന് നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഈ വയസ്സുകാലത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണ്, അവനത് സുഖമായിട്ട് പഠിച്ചു നടക്കണ്. ആർക്കറിയാ പഠിക്കുന്നുണ്ടോ ഇല്ലയോന്നൊക്കെ? ഇപ്പോഴത്തെ പിള്ളേരാ ശരിക്കും പറഞ്ഞ ഇത്രയും ദൂരെ അയച്ചിട്ട് പഠിപ്പിക്കാൻ വിടുന്നത് തന്നെ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ തെറ്റാ. എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾ പണി തുടങ്ങാൻ നോക്കി. അവിടെ തുണി ഇട്ടിട്ടുണ്ട്, അത് കഴുകണം. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കാലെടുക്കും മോളെ. തുണി ഉണങ്ങാനിട്ടാണോ? തുണി ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. മുളകും മല്ലിയൊക്കെ ഒന്ന് വെയില് വരുമ്പോഴേ ഒന്നവിടെ ഇടണേ. വെയിലിടാ, മറക്കരുത്. ഇല്ല ചുമള, ഞാൻ ചെയ്തിട്ട് പോളാം. വൈകുന്നേരത്തേക്കല്ലേ? അയച്ചോളാം. ഏത് നമ്പറിലേക്ക്? ആയിക്കോട്ടെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. മോളെ, 1000 രൂപ ഉണ്ടെങ്കിൽ തരുവോ? 1000 രൂപയോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഈ മാസം 10 ദിവസമായിട്ടുള്ളൂ. മാസം ഒന്ന് തികയട്ടെ. കഴിഞ്ഞ മാസം പൈസ വാങ്ങിക്കൊണ്ട് പോയല്ലേ ഉള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ മോളെ മോന്റെ ഫീസ് അടയ്ക്കേണ്ട കാര്യം. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു, 1000 അടുത്തും ഇല്ലാത്രേ. 1000 രൂപ കിട്ടിയ വലിയ ഉപകാരമായി. നിങ്ങളുടെ മോൻ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്ക് 100 ആവശ്യങ്ങളുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു തരാനൊന്നും പറ്റുമൊന്നുമില്ല. തൽക്കാലം 1000 ഒന്നുമില്ല, ഒരു 500 തരാം. പക്ഷെ ഇനി മേല് ഇങ്ങനെ മാസം തികേണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കരുതേ. മോനൊന്ന് എണീക്ക്. എഴുന്നേക്ക്, ഒരുപാട് സമയം എണീക്ക്. വേണ്ട, എണീറ്റ് പോയി ബ്രഷ് എഴുന്നേക്കടാ. ബ്രഷ് പേസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പോയിക്ക. മോനൊന്ന് ഇങ്ങോട്ട് വാ. മാല എവിടെ? എവിടെ? ചരട് മാത്രല്ലേ ഉള്ളൂ. ചെയിൻ അവിടെ പോയി.
രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലും പോയോ? പിന്നെ എവിടെ പോയി? അങ്ങോട്ട് നോക്ക്. ആ പിള്ളേര് താഴെ നോക്ക്. ആ സൈഡ് നോക്കിയാ വീണ്ടുണ്ടെന്ന്. വാഷ്റൂം പോയിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ എവിടെ പോയി? ഈന്റെ അകത്തൊന്നും വെച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നല്ലേ കഴുത്തില്? താഴെ എവിടെയെങ്കിലും നോക്ക്. ദിനുവേട്ടാ, എന്താ? ഒന്നിങ്ങോട്ട് വരുമോ? മാല കാണുന്നില്ലേ? എവിടെ പോയി? ആർക്കറിയാ, ഞാനിത് എപ്പോഴാ കാണുന്നത്. കുട്ടിന്റെ കഴുത്തില് മാലയില്ല. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഒന്നുകൂടെ തെരഞ്ഞു നോക്ക്, ഇവിടെ എവിടെയെങ്കിലും കാണും അത്. ഇനി എവിടെ തെരയാനാ? തെരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കുഞ്ഞ് ഈ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് എവിടേക്കും പോയിട്ടില്ല. പിന്നെ ഇതിപ്പോ എവിടെ പോയി? ഇനിയിപ്പോ അവന് ഇന്നലെ കളിക്കുന്നിടത്ത് വല്ലതും വീണ്ടുണ്ടാവോ? നീ മുറ്റൊക്കെ ഒന്ന് ചെന്ന് നോക്ക്. എന്താ ചെയ്യാ? 2 പവന്റെ മാല ഇനി എവിടെ പോയി തെരയാൻ? തെരയാൻ ഒരു സ്ഥലവും ഇല്ല ബാക്കി. കിടക്കുമ്പോ അവന്റെ കഴുത്തിലുണ്ടായിരുന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈ റൂമിൽ തന്നെ ഉണ്ടാവും, ഒന്നുകൂടെ തെരഞ്ഞു നോക്കാൻ. റൂമിൽ എവിടെ ഉണ്ടാകാനാ? ഇത്രയും നേരം നോക്കിയതല്ലേ. കുഞ്ഞാണെ ഇവിടെ വിട്ട് പുറത്തും പോയിട്ടില്ല. വാഷ്റൂമിലൊന്നും പോയില്ലല്ലോ നീ? ഇല്ല. പിന്നെ ഇത് എവിടെ പോയിട്ട്? എന്താ ചെയ്യ ദൈവം. അതെ, ശാന്തേച്ചി ഇവിടെ അടിച്ചു കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇനി അവരെ ഞാൻ എടുത്തോ? നീ എന്താടി പറയുന്നത്? അവരങ്ങനത്തെ ഒരു സ്ത്രീയാണോ? അവരെത്ര കാലം നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്നത്? ഇന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. മോൻ ചെന്ന് ബ്രഷേ. അങ്ങനെ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമൊന്നുമില്ല. അവര് മോന് എന്തോ കോച്ചിങ് ക്ലാസ്സിൽ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ ഇല്ലാണ്ട് നടക്കുക. എന്നോട് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 1000 രൂപ. ഞാൻ 500 രൂപയെ കൊടുത്തുള്ളൂ. കുട്ടീന്റെ കഴുത്തിൽ കിടക്കുന്നത് സ്വർണ്ണമല്ലേ, അത് വിറ്റാലും പൈസ കിട്ടില്ലേ? എടുത്തിട്ടുണ്ടെങ്കിലോ ഇല്ലാന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? നീ വെറുതെ വായിലിടുന്ന് വിളിച്ചു പോകാൻ നിൽക്കരുത്. നീ കണ്ടില്ലല്ലോ അവർ സ്വർണ്ണം എടുത്തത്, പിന്നെ നീ എങ്ങനെ പറയാ അവരെടുത്തു എന്ന്? കാര്യങ്ങൾ കറക്റ്റ് അറിയാണ്ട് ഒരാളെ പേരിലും കുറ്റം ആരോപിക്കാൻ പാടില്ല. അവരെനിക്ക് നന്നായിട്ട് അറിയാം, അവരങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. നിങ്ങൾക്ക് എന്താ അറിയാന്ന്? നിങ്ങൾക്ക് അവരെ കുറിച്ച് നന്നായിട്ടൊന്നും അറിയില്ല. എത്താത്ത കൊമ്പത്താണ് മോനെ പിടിച്ചിരുത്താൻ നോക്കുന്നത്. അവർക്കാണെങ്കിൽ പൈസക്ക് അത്ര അത്യാവശ്യം, കയ്യിൽ 5 പൈസ ഇല്ല. ആ ചെക്കനാണെങ്കിൽ ഫീസ് അടച്ചേ പറ്റൂ. അവര് പണിയെടുക്കുന്ന വീട്ടുകളിലൊക്കെ ചെന്നിട്ട് മോനെ ഫീസ് അടയ്ക്കാൻ പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവര്. ഇതിപ്പോ ഈ റൂമില് ഞാനും നിങ്ങളും അവരും അല്ലാണ്ട് വേറെ ആരും കേറിയിട്ടില്ല. നിങ്ങളും ഞാനും കുഞ്ഞിന്റെ ചെയിൻ എടുക്കുവോ? പിന്നെ വേറെ ആരും എടുക്കാനാ? ഈ കുട്ടിയാണെങ്കിലും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പടക്കം പൂട്ടിയാൽ പോലും അറിയില്ല. അവന്റെ കഴുത്തിന് അറിയാണ്ട് ഊരി എടുത്തിട്ടുണ്ടാവും അടിക്കാനും തുടയ്ക്കാനും വന്ന സമയത്ത്. കുഞ്ഞറിഞ്ഞിട്ടില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നീ ഒന്ന് നിക്ക്, നമുക്ക് എല്ലായിടത്തും ഒന്നും കൂടെ ഒന്ന് തെരഞ്ഞു നോക്കാം. വലിയൊരു മോഷണ കുറ്റാണ് നീ അവരെ മേലെ ചുമത്താൻ നിൽക്കുന്നത്. അവരെങ്ങനെ എടുത്തിട്ടില്ലെങ്കിലോ ഇതെങ്ങനെ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ അവർ പണിയെടുക്കാന്ന് വിചാരിച്ചിട്ട് അവരെ കുറിച്ച് എന്തും പറയാന്നാ? വേറെ ആരെടുക്കാനാണ്? ഇവിടെ വേറെ ആരും വന്നിട്ടില്ല പോയിട്ടുമില്ല. ഞാൻ എന്തായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ പൈസ അയച്ചോണ്ടിട്ടാ, നീ ഇനി വേറെ ആരും ചോദിക്കൊന്നും വേണ്ട. ഓ സമാധാനമായി. ഞാനിപ്പോ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടിരിക്കുന്നു. അന്ന ശരി, ഞാൻ പോട്ടെ. ഇത് പറയാൻ വേണ്ടി വന്നതാ. ഇതെന്തിനാ ശാന്തേച്ചി സുധേവായിട്ടും വന്നിട്ട് പോയത്? മോന്റെ ഫീസ് അടച്ചിട്ടെന്ന് പറയാൻ വേണ്ടി പണിയെടുക്കുന്നിടന്ന് വന്നതാ. അല്ലാണ്ടൊന്നും കൊടുത്തയക്കാൻ വേണ്ടിട്ടല്ലോ അല്ലേ? കൊടുത്തേക്കാനോ? എന്ത് കൊടുത്തേക്ക്? അതെന്താന്ന് അറിയില്ല. ഞങ്ങളുടെ ബെഡ്റൂം അടിച്ചു വരുമ്പോഴേ സ്വർണ്ണോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ കയ്യില്? അയ്യോ ഇല്ല മോളെ, എന്റെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു വെക്കാൻ നോക്ക്. വെറുതെ സമയം എനക്കെടുത്ത് നിൽക്കണ്ട ഞങ്ങളുടെ. അയ്യോ ഞാൻ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനെടുക്കണം ഇവിടുത്തെ സ്വർണം? എന്താ മോളെ സ്വർണം പോയോ? ശാന്തേച്ചി നിങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കാൻ നിൽക്കരുതേ. കുഞ്ഞിന്റെ കഴുത്തിലെ മാലയാണ് കാണാണ്ടായിരിക്കുന്നത്. അത് 2 പവന്റെ. കുട്ടി ഉറങ്ങുമ്പോൾ നിങ്ങൾ അഴിച്ചെടുത്തില്ലേ? തൽക്കാലം ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയിക്കോ. എന്താ മോളെ നീ പറയുന്നത്? കുഞ്ഞിന്റെ കഴുത്തിൽ ചെയ്ത് ഞാൻ അഴിച്ചെടുത്തോന്നോ? ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. നീ ആരെ പറഞ്ഞിട്ട് പറയാ? എന്റെ മോളെ നീ അവിടെ എവിടെയെങ്കിലും നോക്ക്, പോയവിടെ. നീ എന്നെ പറയല്ലേ, ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങളിതാ വെറുതെ പറഞ്ഞു നിൽക്കരുതേ. സ്വർണം തരാൻ നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് വേറെ വഴിയുണ്ട് വാങ്ങിയെടുക്കാൻ. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തല്ലേ കുട്ടിന്റെ കഴുത്തിൽ മാല അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? അല്ലാണ്ട് നിങ്ങളുടെ ഭർത്താവ് ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് പോയത്?
നിങ്ങൾ പറഞ്ഞു മൂപ്പരോട് ഇന്ന സമയത്ത് ഇവിടെ വരണം, ഞാൻ സ്വർണം തരാതെ. അതേപോലെ മൂപ്പര് വന്ന് നിങ്ങൾ സ്വർണം കൊടുത്തു, അയാൾ അങ്ങോട്ട് പോയി. അതല്ലേ സംഭവിച്ചു? പൊന്നു മോളെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ് എത്ര പ്രാവശ്യം പറയുന്നത്. മൂപ്പര് പണിസ്ഥലത്ത് എന്റെ മോന്റെ ഫീസ് അടച്ചെന്ന് പറയാൻ വേണ്ടി വന്നതാ. കുട്ടിന്റെ ചെയിൻ എടുത്തിട്ട് മൂപ്പരെടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതല്ല. ഇന്നലെ വരെ കിട്ടാത്ത ഫീസ് നിങ്ങൾക്ക് ഇന്ന് എങ്ങനെ കിട്ടി? ഇന്ന് എങ്ങനെ പൈസ ഉണ്ടായി നിങ്ങളുടെ കയ്യിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട്? ഒരു കാര്യം ചെയ്യാം, പോലീസിന് വിവരം അറിയിക്കാം. അതേ വഴിയുള്ളൂ. പോലീസ് വരട്ടെ. പോലീസ് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ സത്യം നിങ്ങളുടെ വായിന്ന് തനിയെ വരും. അല്ലാണ്ട് ഞങ്ങളോടൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങളുടെ ഭർത്താവില്ലേ, പണിക്ക് പോയതല്ലേ, പണി സ്ഥലത്തേക്ക് പോലീസ് എത്തും. അത് വേണ്ടെങ്കിലേ മൂപ്പർ എവിടെയെങ്കിലും ചെന്ന് മാല വയ്ക്കുമ്പോഴത്തേക്ക് വാങ്ങി വെക്കാൻ നോക്കി. ഞങ്ങൾ എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കുക. എന്നാലേക്ക് നിങ്ങൾ പഠിക്കും. ശാന്തേച്ചി എവിടെ? അവര് വീട്ടിൽ പോയി. നിങ്ങൾ എന്താ പറഞ്ഞേ? അവര് സ്വർണ്ണം എടുത്തിട്ടില്ലാന്നല്ലേ? ഞാൻ ചോദ്യം ചെയ്തപ്പോഴേ നിന്ന് പരങ്ങായിരുന്നു. അവസാനം പോലീസിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞപ്പോഴാ പേടിച്ചു പോയിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് അവരെ ഭർത്താവ് അവിടെ വരുന്നത് ഞാൻ കണ്ടു. വിളിച്ചു വരുത്തിയിരിക്കുക ചെയിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നീ സ്റ്റേഷനിലേക്ക് വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. അതെന്റെ ഒരു ഫ്രണ്ട് പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനെ വിളിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷമേ അങ്ങോട്ട് വിളിച്ചു പറയാന്ന് വിചാരിച്ചിട്ടാ. അതെന്തായാലും നന്നായി. ഈ മാലയ്ക്ക് വേണ്ടി നീ എവിടെയൊക്കെ തെരഞ്ഞെന്നാ പറഞ്ഞേ? മാല കിട്ടിയോ? എവിടുന്ന്? ഷെൽഫിന്ന്, തുണികളുടെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്. തുണികളുടെ? അയ്യോ, ഇന്നലെ രാത്രി ഞാന് ഉറക്കത്തുനിന്ന് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ സമയത്ത് ഹേമുവിന്റെ കഴുത്തിൽ ഇങ്ങനെ ഇറുകി കിടക്കായിരുന്നു മാല. അപ്പൊ ഞാൻ ആ ഉറക്കച്ചടവില്ലാതെ അഴിച്ചിട്ട് തുണികൾ ഇറക്കി വെച്ചതാ. ഞാൻ ആ കാര്യം വിട്ടുപോയി. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞല്ലേ ഇവിടെ എല്ലായിടത്തും ഒന്ന് വൃത്തിക്ക് തെരഞ്ഞു വെക്കാൻ. ഇപ്പൊ ആ സ്ത്രീ ഇവിടുന്ന് എത്ര വിഷമത്തോടെ ആയിരിക്കും ഇറങ്ങി പോയിട്ടുണ്ടാവുക. ഇനിയിപ്പോ അതൊന്നും സാരല്ല. എന്തായാലും മാല കിട്ടിയല്ലോ. നഷ്ടപ്പെട്ടാണെങ്കിലോ എത്ര രൂപന്റെ മുതലാന്നറിയോ പോവുക. അതിന് ഇതാരും മോഷ്ടിച്ചതൊന്നുമല്ലല്ലോ, ഇത് നിന്റെ മിസ്റ്റേക്ക് അല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, അവരെ വീട്ടിൽ ചെന്നിട്ടേ അവരെ കണ്ടിട്ടൊരു സോറി പറയും. സോറി പറയാനോ? അതെങ്ങനെയാ ശരിയാകുക? എന്നിട്ട് വേണം എന്റെ കയ്യിൽ തെറ്റിന്ന് അവർ തിരിച്ചറിയാല്ലേ? അതൊന്നും നടക്കില്ല. തൽക്കാലം ഞാൻ അവരോട് പറയാ, പോലീസ് കേസൊന്നും കൊടുക്കുന്നില്ല, സാരല്ല, ഒരു മാലയല്ല, അങ്ങനെ പോയിക്കോട്ടെ എന്ന്. ഇത് തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങ് നിക്കട്ടെ, അതാ നല്ലത്. അല്ലാണ്ട് സോറി പറയാൻ എന്നെ കിട്ടില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇവിടുത്തെ മാല മോഷ്ടിന്നുള്ള കള്ളപ്പേര് അവരെ മേലെ കിടക്കില്ലേ? അതിനെന്താണ്? ഇതിപ്പോ അവര് തന്നെയാണ് മോഷ്ടി എന്ന് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ. അവർ പൈസയ്ക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളും പൈസയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ പൈസയ്ക്ക് വളരെ അത്യാവശ്യമുള്ളപ്പോ ഒരു വീട്ടിൽ ചെല്ലുക, അവിടെ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, അത് നമ്മളാണ് എടുത്തു എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ഉണ്ടാവും? നീ അവരെ കണ്ടൊരു ക്ഷമ ചോദിച്ചിട്ട് വന്നാൽ മതി. അവര് പോലീസിൽ കൊടുക്കുന്ന പറയുന്നത്. ഞാനില്ലാത്ത മാല എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഇപ്പൊ എന്ത് ചെയ്യാം? പോലീസൊക്കെ വന്ന നാട്ടുകാർക്ക് അറിഞ്ഞ നാണക്കേടല്ലേ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മളൊന്നും എടുത്തിട്ടില്ലല്ലോ. എടുത്താലല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളത്തിന് എല്ലാവരും പറയുള്ളൂ. അവര് പൈസയുള്ള ആൾക്കാരല്ലേ, അവരുടെ കൂടെ ഇപ്പൊ എല്ലാവരും നിക്കുള്ളൂ. നീ പേടിയാവുന്നുണ്ടാവും. എന്റെ മോനറിഞ്ഞ എത്ര നാണക്കേട്. ഒരു ആവശ്യമില്ലാണ്ട് ഈ കള്ളി എന്നുള്ള പേര് കേൾക്കുമ്പോ നമുക്ക് ഇവിടുന്ന് എവിടെ പോയാല്. നീ കരയണ്ട, അകത്ത് പോയിരിക്കാൻ നോക്ക്. നീ വെള്ളം നീ എടുത്ത് കുടിക്കേ. എനിക്ക് വെള്ളം കുടിച്ചാലൊന്നും അറിയില്ല. പോലീസല്ലേ, പോലീസ് വരുമ്പോ നമുക്ക് നോക്കാം. കക്കാത്തവരെന്ത് പോലീസ് വന്നു. ശാന്തേച്ചി, മോനെ ഞാൻ എടുത്തിട്ടില്ല മോനെ, ഞാൻ അങ്ങനെ ചെയ്യില്ല. എത്ര വർഷം ഞാനുള്ള പണിക്ക് വരുന്നത്, മോൻ എന്നെ കുറിച്ച് അറിയില്ലേ. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കുഞ്ഞിന്റെ മാല എടുത്തിട്ടില്ല.
ഞാൻ കുഞ്ഞുങ്ങളെ അങ്ങനെയാണോ കാണുന്നത്? ഞാൻ അങ്ങനത്തെ ആളല്ല മോനെ. എല്ല് വെള്ളമാക്കിയിട്ടാ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് എത്ര വീട്ടിൽ പോയി അടുക്കള പണം ചെയ്തിട്ട് മൂപ്പര് കല്ലേറ്റ് കൊണ്ടുവന്ന പൈസ കൊണ്ട് എന്റെ മോനെ പഠിപ്പിച്ച് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ കള്ളന്മാരോ കള്ളിയോ അല്ല. ചേച്ചി കരച്ചിലും നിർത്ത്. മാല കിട്ടി, അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ചേച്ചിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ? ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാണ്, വർഷങ്ങളായിട്ട് കാണുന്നല്ലേ. അവളുടെ ഓരോ വിവരക്കേടിന് അവൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞതാ. തെറ്റ് പറ്റിയത് അവക്കാ. അവൾ എന്നെ കുഞ്ഞിന്റെ മാല എടുത്തിട്ട് എവിടെ വെച്ചതാ. എന്നിട്ടിപ്പോ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് ക്ഷമിക്കണം. മാല കിട്ടിയത്ര ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ മോനെ, ഒന്നും കൂടി തെരഞ്ഞു നോക്കേ. നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. അവക്ക് ചേച്ചിന്റെ ഫേസ് ഉണ്ട് മടി. ഇങ്ങോട്ട് വാ. ചേച്ചി കഴിഞ്ഞൊന്നും മനസ്സിൽ വെക്കരുത്. നാളത്തോട്ട് വീട്ടിൽ പണിക്ക് വരണം. ഇല്ല മോനെ, ഇനി ഞാൻ അങ്ങോട്ട് പണിക്കില്ല. മോനെ നല്ല മനസ്സുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞു. അല്ലെങ്കിലോ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ കള്ളിയാവില്ലേ. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ കൂലിക്കാരായി ഞങ്ങൾ എന്തും വിളിച്ച് പറയാന്നുള്ളത്. പൈസക്ക് മാത്രമേ കുറവുള്ളൂ, അഭിമാനത്തിന് ഒരു കുറവ് ഇന്ന് വരെ വരുത്തിയിട്ടില്ല മോനെ. ആരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. ഞങ്ങള് അധ്വാനിച്ച് ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്നും ഓർമ്മ വേണം. വാ.